ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മറക്കാതെ. ഇന്നലത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇന്നലെ വന്നിട്ട് 87ാമത്തെ ദിവസമായിട്ടാണ്. ഇന്നലെ നെവിൻ വന്നിട്ട് ചട്ടിയിൽ പുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു, കുക്കറിൻ്റെ മൂടിയിലൊക്കെ വെച്ചിട്ട്. കാണാൻ നന്നായിരുന്നു, എല്ലാവരും കൂടെ അത് കഴിക്കണമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനുമോൾ ആരോടും മിണ്ടുന്നില്ല, തനിച്ചു പോയി കിടക്കുക, തനിച്ചു പോയി ഇരിക്കുക. ഇതാണ് അനീഷ് വന്നിട്ട്, എന്താ അനുമോളെ ഇങ്ങനെ ആരോടും സംസാരിക്കാതെ ഇരിക്കുന്നത്? അതിലൂടെ 100 സംസാരിച്ചു പോകുന്ന പ്രശ്നം തീരാവുന്നതല്ലേ ഉള്ളൂ, പോയി സംസാരിക്കൂ എന്ന് പറയുമ്പോൾ അവർ വേണമെങ്കിൽ എന്നോട് സംസാരിക്കട്ടെ പറയണു. അപ്പോൾ അനീഷ് പറഞ്ഞു, ശരി എന്നാൽ ഞാൻ അവരെ വിളിക്കാം, നീ സംസാരിക്കുമോ ചോദിച്ചു. ഓക്കേ എന്നും പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വന്നു. ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു, ശരി നിങ്ങൾ 3 പേരും കൂടി സംസാരിച്ചിട്ട് ഇതൊരു കോംപ്രമൈസിലാവോ എന്ന് പറഞ്ഞിട്ട് അനീഷ് എണീക്കുമ്പോഴേക്കും അനുമോളും ബാക്കിൽ പോയി. അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഒരു കോംപ്രമൈസ് ചെയ്യണം പറഞ്ഞാൽ ഇവിടെ ഒത്തു വരണ്ടേ, ഏതിനും ഇങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങൾ ദേഷ്യപ്പെട്ട് മുണ്ടാണ്ട് പോയാൽ എങ്ങനെ ഇതിനൊക്കെ ഒരു കോംപ്രമൈസ് ആവുക എന്നുള്ള രീതിക്ക് അതിലവിടെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അനുമോൾ രാത്രി പുറത്ത് പോയിട്ട് ആലോചിച്ചിട്ടിരുന്നിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കുക, ഒറ്റയ്ക്ക് പോയിട്ട് വിഷമിച്ചിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുക, സങ്കടപ്പെടുക, കരയുക ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അനുമോൾ ചെയ്യുന്ന മാതിരിയാണ് നമുക്കവിടെ ഫീലായത്. ഒരു ഗെയിം കളിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു പറഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടുമല്ലോ. അതുകൊണ്ടാണോ അനുമോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു നമുക്കവിടെ കാണുമ്പോൾ നന്നായിട്ടൊരു ഫീലായി. പിന്നെ അനുമോൾ ഇപ്പം വന്നിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ 10 വർഷം ഇരുന്ന ആളാണല്ലോ. അപ്പോൾ ഈ ജനങ്ങൾ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അനുമോൾക്ക് നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. കറക്റ്റല്ലേ അനുമോൾ ചെയ്യുന്നത്? അനുമോൾ ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുമോളെല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന മാതിരിയും വേണം വെച്ച് ചെയ്യുന്ന മാതിരിയൊക്കെ നമുക്കവിടെ കാണുമ്പോൾ ചില സമയത്ത് നന്നായി ഫീൽ ആവുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, കറക്റ്റാണോ എന്നുള്ളത്. പിന്നെ ബിഗ് ബാങ്കാണ് കേട്ടോ. അതിൽ ഒരാൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയറിയോ? 3.5 ലക്ഷമാണ് ഒരാൾക്ക് കിട്ടുന്ന പൈസ. അത് ഒരു ബോക്സിൽ ഒരാൾ ഫേസ് ഉണ്ടാവും, അതിൻ്റെ പേരും ഉണ്ടാവും. ആ ബോക്സ് അവിടെ എടുത്തിട്ട് അവിടെ വന്നിട്ട് ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടാവും. ആരാണോ പെട്ടെന്ന് പോയി എടുത്ത് ആ ഡസ്റ്റ്ബിന്നിൽ ഇടണോ അവർ ഔട്ട്. അങ്ങനെ ഔട്ടാവട്ടെ ആകെ 2 പേരേ ഉള്ളൂ, അക്ബറും നൂറയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഇതിൽ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഒരാൾക്ക് ഈ 3.5 ലക്ഷം രൂപ കൊടുക്കാം എന്നുള്ളതിൽ പറഞ്ഞു. അപ്പോൾ അതിൽ നൂറയും പാരൻസ് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയാണല്ലോ. അപ്പോൾ ഈ ഹൗസ് മേറ്റ്സുള്ള എല്ലാവരും കൂടിയിട്ട് അവിടെ ഡിസ്കഷൻ ചെയ്തിട്ട് തീരുമാനിച്ചു നൂറയ്ക്ക് പൈസ കൊടുക്കുക എന്നുള്ളതിൽ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് നൂറയ്ക്കാണ് ആ 3.5 ലക്ഷം രൂപ കൊടുക്കുന്നത്. കുഴപ്പമില്ല. പിന്നെ അവർക്ക് നല്ല സങ്കടമുണ്ട്, ആരും ഇല്ലല്ലോ, ഞങ്ങൾക്ക് ഒറ്റപ്പെട്ടൊരു ജീവിതമല്ലേ എന്നുള്ളതിന് നല്ല വിഷമമുണ്ട് കേട്ടോ. അനുമോൾ എന്താ ചെയ്യുന്നത്? ഊഞ്ഞാലിൽ പോയി ഇരുന്നിട്ട് ഒറ്റയ്ക്കായിരുന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അക്ബർ ഇവിടുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അക്ബർ എന്ത് ചെയ്യുന്നറിയോ? ഊഞ്ഞാലിലിരിക്കുന്ന ആൾ കൊടുങ്കാറ്റാണ്, ഭയങ്കര കൊടുങ്കാറ്റിൻ്റെ 1-ാം നമ്പർ ആളാണ് ആ ഊഞ്ഞാലിരിക്കുന്നത് പറഞ്ഞിട്ട് അക്ബർ അവിടെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഭയങ്കര നെഗറ്റീവായി പാട്ട് പാടാൻ അക്ബറിന് നല്ല കഴിവാണല്ലേ. എന്നാൽ പിന്നെ അതൊരു പോസിറ്റീവായിട്ട് അവിടെ പാട്ട് പാടണ്ടേ? 2 പേരും വഴക്കാണ്. അതേപോലെ അനുമോളും നെവിനും വഴക്കാണ്. എന്നിട്ട് നെവിൻ എന്താ ചെയ്തത്? അനുമോളെ പോയി ഹഗ് ചെയ്യണോ, സോറി പറയണോ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഇതൊരു ഗെയിമിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണോ? അത് നമുക്ക് കാണുമ്പോൾ തന്നെ നെവിനെ എത്ര ഇഷ്ടപ്പെടാൻ നമുക്ക് ഏറ്റവും കൂടുതൽ നെവിനെ ഇഷ്ടമാവുന്നുണ്ട്. അക്ബർ അങ്ങനെ ചെയ്യുന്നില്ല. 1-ാം നമ്പർ നെഗറ്റീവിൻ്റെ പോയ്സൺസ് പോലെയാണ് നമുക്കവിടെ ഫീലായത്. ഭയങ്കര നെഗറ്റീവ് പാട്ടുകളൊക്കെ പാടുക. എന്നാൽ പിന്നെ അതൊരു പോസിറ്റീവായിട്ട് നല്ലൊരു രീതിക്ക് പാട്ട് പാടിക്കൂടെ? ഇപ്പോൾ ഈ കാണുന്നവർക്ക് പ്രേക്ഷകർക്കൊക്കെ അക്ബറിനൊരു പ്രത്യേക സ്നേഹമില്ലേ നമുക്ക് തോന്നുക? അതില്ല അവിടെ. കൊടുങ്കാറ്റാണ് അങ്ങനെ എങ്ങനെയെന്ന് വഴക്കുകൾ എല്ലാവർക്കും ഉണ്ടാവാം, ഇഷ്ടപ്പെടാണ്ടാവാം എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു നെഗറ്റീവ് പാട്ട് പാടണോ അക്ബർ? നമുക്ക് കേൾക്കുമ്പം ഒന്നും പറയാനില്ല. പിന്നെന്താ അറിയോ, ഡെയിലി ടാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയറിയോ? ആ ഡെയിലി ടാസ്ക് ഒരാൾ ഒന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിനുള്ള മറുപടി പറയാൻ പാടില്ല, നമുക്ക് ഓപ്പോസിറ്റായിട്ട് വേണം അവർ പറയണമെങ്കിൽ. നന്നായിരുന്നു ആ ടാസ്ക് കാണാൻ. അത് നമ്മളിങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒക്കെ ചിരി വരും. ഇവർ തെറ്റ് വരുമ്പോൾ അവർ ചിരിക്കേണ്ട എല്ലാവരും കൂടിയിട്ട് നന്നായിട്ട് അതൊരു എൻജോയ്മെൻറ്റായിട്ട് ചെയ്തു കേട്ടോ. ലാസ്റ്റിൽ ജയിച്ചത് അക്ബറായിരുന്നു. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഇവർ ഗെയിമൊക്കെ എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് നോക്കാമല്ലേ. ഇപ്പോഴും വീണ്ടും വഴക്ക് തന്നെയാണ്. വഴക്ക് മാറിയിട്ട് എല്ലാവരും കൂടി ഒരു സന്തോഷത്തിൽ അവിടെ ഗെയിം കളിക്കുന്നതോ ഒന്നുമില്ല. അത് നമുക്ക് കാണുമ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, എന്താ അതിങ്ങനെ കാണിക്കണമെന്നുള്ളത് നമുക്ക് അവിടെ ഒരു ഫീൽ ആവുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക.
ലൈക്കും കമൻറ്റ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.